ഇന്ന് കന്നി രാശിക്കാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കന്നി രാശിയിൽ പിറന്നവർ ആർക്കൊപ്പം കൂട്ടുകൂടാം, ആർക്കൊപ്പം കൂട്ടുകൂടരുത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആർക്കൊപ്പം കൂട്ടുകൂടുമ്പോഴാണ് നമുക്ക് നന്മയുണ്ടാവുക, ആർക്കൊപ്പം കൂട്ടുകൂടുമ്പോഴാണ് നമുക്ക് തിന്മയുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്ക് നല്ല കാലം നടക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടേതായ ആ ഒരു സ്വഭാവ സവിശേഷതകളൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നാൽ നമുക്കൊരു മോശം അവസ്ഥ വരുന്ന അല്ലെങ്കിൽ മോശം കാലഘട്ടം നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്, ഞാൻ കൂട്ടുകൂടിയവരൊക്കെ എൻ്റെ ശത്രുക്കളായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയായിട്ട് തന്നെയായിരിക്കും വരിക. എന്തെന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ് ഇത്. കഷ്ടകാലം വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ അധ്വാനം എന്തായിരുന്നു, നമ്മൾ സമ്പാദിച്ച പണത്തിൻ്റെ വില എന്തായിരുന്നു, എൻ്റെ അച്ഛൻ ആരായിരുന്നു, അമ്മ ആരായിരുന്നു, സഹോദരങ്ങൾ ആരായിരുന്നു, കുടുംബത്തിൽ ഭാര്യ ആരായിരുന്നു, സുഹൃത്തുക്കൾ ആരായിരുന്നു, ഇവരൊക്കെ എനിക്കാരായിരുന്നു എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാകുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടേതായ സർവ്വവിധ ഐശ്വര്യങ്ങളും നമ്മളിൽ നിന്ന് ചോർന്നു പോയിരിക്കുമെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ വല്ലാത്തൊരു വേദന തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഈ കന്നി രാശിയായാലും കന്നി ലഗ്നമായാലും ശരി, ഈ രണ്ട് ഇതിലും ജനിക്കുന്നവർക്ക് ഏത് വഴിക്കൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ പുതിയൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കന്നി രാശി എന്ന് പറയുമ്പോൾ കാലചക്ര രാശിയുടെ 6ാം ഭാവമായിട്ടാണ് വരുന്നത്. കന്നിരാശിയുടെ അധിപൻ വന്നിട്ട് ബുധൻ ഭഗവാനാണ്. അപ്പോൾ ബുധൻ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പത്ത്, നമുക്ക് വിദ്യാപരമായ വിജയം, ഇങ്ങനെ സുഹൃത്തുക്കൾ, നിരവധി കാര്യങ്ങൾ നമുക്ക് നന്മകൾ ചെയ്യുന്ന ഒരു ഗ്രഹം തന്നെയാണ് ഈ ബുധൻ. ഇവർ ആണുങ്ങളാണെങ്കിൽ അവർക്കൊരു സ്ത്രീ സംബന്ധപ്പെട്ട ബുദ്ധിയും അല്ലെങ്കിൽ അവരുടേതായ ഒരു മനോഭാവമൊക്കെ ഉണ്ടാകും. ഒരു പെണ്ണാണ് എങ്കിൽ അവർക്ക് ഒരു പുരുഷൻ്റേതായ ഒരു ആർജവും ധൈര്യവും ഒക്കെ അവർക്കും മനസ്സിനുള്ളിൽ പ്രാപ്തമാകുന്ന ഒരു രാശിയും ലഗ്നവും തന്നെയാണ് ഈ കന്നി എന്ന് പറയുന്നത്. ഇവർക്ക് നല്ല ഡ്രസ്സിങ്ങിലും അലങ്കാരത്തിലുമൊക്കെ വളരെ അധികം ആഗ്രഹമുള്ളവർ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇവർ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയാലും അങ്ങനെയാണ് ഇവർക്ക് പ്രസൻറ്റ് ചെയ്തു പോവുക. അതുപോലെ തന്നെ നല്ല വാക് സാമർഥ്യമൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അതായത് നല്ല സംഭാഷണ ചാതുര്യം, എവിടെയും നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കുവാനുള്ള അല്ലെങ്കിൽ സംസാരിക്കുവാനുള്ള ഒരു കഴിവ്, ഒരു ആകർഷണീയമായ ഒരു കഴിവ് ഇവർക്ക് എപ്പോഴും ഉണ്ട്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളാണ് ഈ രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ രാശിയിലെ അത്തം നക്ഷത്രക്കാർക്കൊക്കെ തന്നെ കുടുംബപരമായ രീതിയിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ എപ്പോഴും തന്നെ നിലനിന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് പല രീതിയിലും പല ഇടങ്ങളിൽ നിന്നായിരിക്കും ഇവർക്ക് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. തൊഴിൽപരമായ രീതിയിലും കുടുംബപരമായ രീതിയിലും വാക്ക് തർക്കങ്ങൾ, ഒരു മനസ്സമാധാനമില്ലാത്തൊരു സാഹചര്യം ഈ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും. കാരണം ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലാണ് എനിക്കൊരു വിജയം ലഭിക്കുക, അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കുക, എനിക്കൊരു നല്ല ഒരു അഭിപ്രായം ഒരു വ്യക്തി പറയുക എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ എങ്ങനെ അത് ലഭിക്കുമെന്നോ പോലും അറിയാത്ത ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവർക്കൊക്കെ. അതിൻ്റേതായ ഒരു പങ്ക് തന്നെയായിരിക്കും ഉത്തരം നക്ഷത്രവും അനുഭവിക്കുക, ചിത്തിര നക്ഷത്രവും അനുഭവിക്കുക. ഉത്തര നക്ഷത്രമാണെങ്കിൽ പണം ഒരു വഴിക്ക് വന്നാലും അത് മറ്റൊരു വഴിക്ക് ഇറങ്ങിപ്പോകും. പണം എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കിയാൽ അതിൻ്റെ കണക്കും അറിയില്ല, പണം കണ്ട വഴിയുമില്ല എന്നുള്ള ചിന്താഗതി ആർക്കും ഇവർക്കുണ്ടാവുക. കുടുംബപരമായിട്ട് ഇവർക്ക് സ്വന്തക്കാരുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന, പിണക്കം, തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഈ ഉത്തര നക്ഷത്രത്തിന് ഉണ്ടാകും. ചിത്തിര നക്ഷത്രത്തിനാണെങ്കിൽ കുടുംബപരമായ രീതിയിലുള്ള ആ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാര്യം ധനപരമായ രീതിയിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ആ ഒരു തർക്കങ്ങൾ തന്നെയാണ് അവർക്ക് വരിക. കാരണം എത്രത്തോളം വന്നാലും വരുമാനമൊന്നും നിൽക്കുന്നില്ല, ആവശ്യത്തിന് പണവും ലഭിക്കാത്ത ഒരു സാഹചര്യം, കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നില അവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് നിയന്ത്രണം പോലും വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. കാരണം മനസ്സറിയാത്ത കാര്യത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർക്കുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്യുക. ഇവർ അച്ഛൻ വഴിക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും അമ്മ വഴിക്ക് എപ്പോഴും നല്ല ബന്ധം പുലർത്തും. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു നന്മ ലഭിക്കണമെങ്കിലോ ഒരു നല്ലൊരു വാക്കോ അതിൻ്റെ പണം സംബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഇവർ എപ്പോഴും ആശ്രയിക്കുന്നത് അമ്മയോട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മയോട് എപ്പോഴും ഒരു സ്നേഹം ഇവർ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും. ഇവരുടെ കുടുംബപരമായ ചിന്താഗതിയിൽ വരുമ്പോൾ ഭാര്യ ആണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരാൽ പ്രശ്നങ്ങളുണ്ടാവും,
ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരാലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത് നിരന്തരമായി ഒരു കാഴ്ച തന്നെയാണ്. അത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇത് കേൾക്കുന്ന പലർക്കും. എത്രത്തോളം ഒതുങ്ങി ജീവിച്ചായിരുന്നാൽ തന്നെയും ഇവർക്ക് ഏതെങ്കിലും വഴിക്ക് ഒരു രണ്ട് ശത്രുക്കൾ എവിടെ നിന്നെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയിരിക്കും. ഈ 3 നക്ഷത്രക്കാർക്കും അങ്ങനെ, ഉത്തരത്തിനാണെങ്കിലും അത്തത്തിനാണെങ്കിലും ചിത്തിരയ്ക്കാണെങ്കിലും എത്രത്തോളം ഒതുങ്ങി ഒരു പെട്ടിയിൽ അടച്ച് വച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും രണ്ടുപേരും തട്ടിപ്പൊട്ടിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവർക്കുണ്ടാവുക. വഴിയേ പോയില്ലെങ്കിലും വന്ന് കയറിക്കൊള്ളും ഇവരുടെ വിടലിൽ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കാലചക്ര രാശിക്ക് 6ാം ഭാവം എന്ന് പറയുന്നത് ശത്രുസ്ഥാനമാണ്. അപ്പോൾ ശത്രുക്കളൊക്കെ തേടി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നില്ല, 4 ദിവസം ജോലി കാണും, 5ൻ്റെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയും ഇന്നടത്ത് 100 രൂപ അടച്ചാൽ മതി, വാഹനം കൊടുക്കുന്നുണ്ട്, വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. നേരെ മാസം തോറും ഇത്ര കൊടുക്കാനില്ലല്ലോ, ദിവസം 100 രൂപ വെച്ച് കൊടുത്താൽ കിട്ടുമല്ലോ എന്ന രീതിക്കായിരിക്കും ചെന്ന് ചാടുന്നത്. വലിയ പടുകുഴിയിൽ തന്നെയായിരിക്കും. 3 ലക്ഷം കൊടുത്താലും തീരാത്ത കടത്തിലായിരിക്കും പോയി തീരുക. നല്ല ഒരു ദശ നടക്കുന്ന സമയത്താണെങ്കിൽ ഇത് ആക്റ്റീവ് ആവില്ല. എന്നാൽ മോശം സമയം തുടങ്ങുന്ന ആ ഒരു സമയത്തിലാണെങ്കിൽ 100% ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ആക്റ്റീവ് ആയിരിക്കും. വഴിയെ തന്നെ വിന വന്ന് കയറുകയും ചെയ്യും. നന്മകൾ എത്ര ചെയ്താലും നമുക്ക് ശത്രു നിരന്തരമായിട്ടുണ്ട്. അപ്പോൾ ആ ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം. എന്നാലും നമുക്ക് അത് ആരാണെന്ന് നോക്കാം. മാക്സിമം ഇവർക്ക് ശത്രുത വരുന്നത് കുടുംബപരമായ ബന്ധത്തിൽ തന്നെയാണ്. അതായത് വിവാഹ ബന്ധത്തിലൂടെ തന്നെയാണ് ശത്രുത ഉണ്ടാകുന്നത്. ഇപ്പോൾ ചിലർക്ക് ഭാര്യയ്ക്ക് ഭർത്താവ് തന്നെ ശത്രുവായി മാറും, ചിലർക്ക് ഭർത്താവിന് ഭാര്യ തന്നെ ശത്രുതയായി മാറും. ഇവർ രണ്ടുപേരും ശത്രു ആയില്ലെങ്കിലും അവരുടേതായ കുടുംബത്തിൽ നിന്നും സഹോദരങ്ങളോ സഹോദരിയോ അമ്മയോ അച്ഛനോ അമ്മാവിമാരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വഴിക്ക് ഒരു ശത്രു ഇവർക്ക് വന്ന് നിരന്തരം പ്രശ്നം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഇവർക്ക് പ്രധാനമായ ഒരു കാരണം പ്രശ്നമായിട്ട് പറയുവാനായിട്ടുള്ളത്. കന്നിരാശിക്ക് 7ാം അധിപതിയായിട്ട് വരുന്നത് ഗുരു ഭഗവാനാണ്. അപ്പോൾ കന്നിരാശിക്ക് 7ാം അധിപതി ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പാതകാധിപതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം നന്മ ചെയ്യുന്നതിന് പകരം തിന്മയായിരിക്കും എപ്പോഴും പ്രദാനം ചെയ്യുക. അതായത് പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുക. മറ്റൊരു വഴിക്ക് സുഹൃത്തുക്കളാണ് നമുക്ക് ശത്രുവായി മാറുന്നത്. പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇവർ അനാവശ്യമായി ഇടപെടുകയും നമുക്ക് അവിടെ കൊണ്ടുപോയി പണം മുടക്കിയാൽ ഇന്നതുപോലെ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമുക്കൊരു സ്ഥാപനം തുടങ്ങിയാൽ അവിടെ വിജയിക്കാം എന്നൊക്കെയുള്ള രീതിക്ക് ഏതെങ്കിലും ഒഴിഞ്ഞ മൂലകളിൽ കൊണ്ടുപോയി ഇവരെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാനൊക്കെ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും അതിനുള്ള മുൻകരുതലൊക്കെ എടുത്ത് അത് ചെയ്യുക. ഒടുവിൽ പെട്ടുപോകുന്നത് മുഴുവൻ സമ്പത്തുപരമായ രീതിയിൽ പെട്ടുപോവുകയും മദ്യപാനികളായി മാറുന്ന സാഹചര്യം വരെയുണ്ട് ഈ ഉത്തര നക്ഷത്രക്കാരൊക്കെ. അതും ഇങ്ങനെയുള്ള സുഹൃത്തുക്കളാലാണ് ഇവർക്കൊക്കെ ഈ ഒരു അനുഭവം ഉണ്ടാക്കുക. അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇത് തന്നെയാണ്. വിശ്വസിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം വഞ്ചനയാണ് ഇവർക്ക് ലഭിക്കുക. ചിത്തിര നക്ഷത്രവും മറിച്ചല്ല, ഉത്തര നക്ഷത്രത്തിൻ്റെ അതേപോലെ തന്നെയാണ്. കൂട്ടുകാരാൽ തന്നെ ഇവർ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നതും സമ്പത്തുപരമായ രീതിയിൽ തോറ്റുപോകുന്നത് തന്നെയാണ്. കാരണം ചിത്തിര നക്ഷത്രം കൂട്ടുകാർക്കൊപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ഇയാൾ അടിക്കാൻ തുടങ്ങും. പിന്നിൽ നിൽക്കുന്ന പറഞ്ഞവന്മാരെല്ലാം ഓടിത്തള്ളുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ചിത്ര നക്ഷത്രക്കാർക്ക്. അപ്പോൾ സുഹൃത്തുക്കളാൽ തന്നെ ഇവർക്ക് പുറമേ നിന്ന് പ്രശ്നങ്ങൾ വരികയും കോർട്ട് കേസ് വഴക്കുകളിൽ വരെ പോയി ചാടുന്ന കുട്ടികളുണ്ട്. അതായത് 18 വയസ്സിന് ശേഷമുള്ള പലരും തന്നെ ഇത്തരം ആപത്തുകളിൽ പോയി ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുടുംബപരമായ രീതിയിൽ സംസാരങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. ദാമ്പത്യത്തിന് ശേഷമാണ് ഇവർക്ക് ഒരല്പം കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അത് നിലവിൽ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച മാത്രമായിരിക്കും പിന്നീട് വരുന്നത്. ഈ രാശിയിൽപ്പെട്ടവരൊക്കെ ദൂരത്തിലുള്ളവരെ വിശ്വസിക്കാം. അതായത് നാട്ടിലൊക്കെ ഉള്ള ഒരു സുഹൃത്ത് നമ്മളെ ഒരു ഫോണിലേക്ക് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കാം. അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നന്മ മാത്രമായിരിക്കും. കാരണം അവരെന്തെങ്കിലും നീ എന്തിനാണ് അത് ചെയ്തത്, നീ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നന്മ കരുതിയിട്ട് മാത്രമാണ്. പക്ഷേ അടുത്തുള്ളവരുണ്ട്, ചിരിച്ച ഒപ്പം കൂടി നമ്മുടെ കഴുത്തറുത്തിട്ട് പോകുന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ തിരിച്ചറിയേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ആര് എങ്ങനെ എന്നൊക്കെ ഞാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നിങ്ങളൊരു തൊഴിൽ സ്ഥാപനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള തൊഴിലാളികൾക്കും വളരെ അധികം നന്മ ഉണ്ടാകണം, അവർക്ക് നല്ല രീതിയിൽ ശമ്പളമൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങളുടെ മനോഭാവമല്ല അവരുടേതായ മനോഭാവം. അവർ നിങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, അപ്പോൾ അതുപോലെ എന്നോടും എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്നുള്ള ചിന്താഗതി എന്നും തോൽവിയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.
ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും ശരി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളായിരിക്കും ലഭിക്കുക. ഇപ്പോൾ ഒരു ജോലി ഒരിടത്ത് ലഭിച്ചു എന്ന് കരുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതേ സമയം മറ്റൊരെവിടെയെങ്കിലും മറ്റൊരു ജോലിയുടെ ഓഫർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനേക്കാൾ ബെറ്റർ അല്ലേ അത് എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഇതിലേക്കായിപ്പോയി. വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അങ്ങനെയായിരിക്കും. വിവാഹത്തിന് ഒരേ സമയം ചിലപ്പോൾ രണ്ട് വിവാഹത്തിൻ്റേതായ ഒരു ഇത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു വിവാഹം തിരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീടായിരിക്കും ചിന്തിക്കുക, അയ്യോ മറ്റേ അത് അന്ന് നോക്കിയാൽ മതിയായിരുന്നു, അതായിരുന്നു നല്ലതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് രണ്ട് മനസ്സ് എപ്പോഴും പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും എല്ലാ ഇടങ്ങളിലും. അത് എല്ലാം കുഴപ്പത്തിൽ തന്നെയായിരിക്കും കൊണ്ടുപോയി ചാടിക്കുക. പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗുരു ഉപദേശമാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള സുഹൃത്തുക്കളോടല്ല നിങ്ങൾ ഉപദേശങ്ങളൊക്കെ തേടേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയോട് ഒരു നല്ല ഒരു ഉപദേശം നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ അത് നിങ്ങളെക്കാളും ഉയർന്ന പ്രായമുള്ള വ്യക്തിയാവാം, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ വ്യക്തിയാവാം. നിങ്ങളെ അറിയാത്ത ഒരു വ്യക്തിയോട് നിങ്ങളുടേതായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയാണ്, അതിൻ്റേതായ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് ശരിയായ ഒരു മാർഗ്ഗമായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. എന്നാൽ ഒപ്പമുള്ളവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായ ഒരു മാർഗ്ഗമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് എപ്പോഴും തന്നെ ദുഃഖിക്കേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗുരുവിനെ ഉപദേശങ്ങളായിട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ ഗുരു പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ ഗുരു ഭഗവാൻ ഭസ്മാഭിഷേകമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ഈ കന്നി രാശിയിൽപ്പെട്ടവരുടെയൊക്കെ കുടുംബത്തിൽ തന്നെ ഒരു കന്നിയുടെ ഒരു ഇടപാട് എപ്പോഴും തന്നെ ഉണ്ടാകും. അതായത് കന്നി ദൈവത്തിൻ്റെതായ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. അതായത് ഗർഭസ്ഥാവസ്ഥയിലൊക്കെ കുട്ടികൾ മരിച്ചു പോകുന്ന ആ ഒരു സാഹചര്യം ഒക്കെ കന്നി ദൈവമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. പൂർവ്വതായ കാര്യത്തിൽ, അതായത് കുടുംബത്തിൽ മറ്റാരെങ്കിലും അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോകുന്നത് കന്നി ദൈവമായിട്ട് വരാറുണ്ട്. പൂർവ്വജന്മത്തിലുള്ള ആ ഒരു കണക്ക് വെച്ചിട്ട് കന്നി ദൈവത്തിൻ്റെ സാന്നിധ്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കന്നി ദൈവത്തിൻ്റെതായ ഒരു സാന്നിധ്യം കൂടി അവിടെ പല കുടുംബങ്ങളിലും വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടേതായ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് അവരെ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ടൊക്കെ പോയാൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുടെ കാഠിന്യങ്ങളൊക്കെ 90% വരെ കുറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ജാതകമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, കൃത്യമായിട്ടും അതിലൊരു കന്നി ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാവും, ഒരു ഗുരു ഭഗവാന്റെ സാന്നിധ്യമുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ല വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തുന്നതാണ്.